മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേയായി മൂവിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മൂവി നൈറ്റ് പ്ലാൻ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ മൂവി അത് ആലപ്പുഴ ജിംഖാനാസ്. ഞങ്ങൾ കുറേ കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ അന്നൊന്നും തിയേറ്ററിൽ അത് ഇല്ല. നമ്മൾ നാട്ടിൽ പോണ സമയത്താണ് കാണാറ്. നാട്ടിൽ പോയ സമയത്ത് തുടര് ഇറങ്ങിയപ്പോ ഇത് മാറി തുടരുവേ. പിന്നെ ഞങ്ങൾ തുടരും പോയി കണ്ടു തിയേറ്ററില്. വന്നിട്ട് ആഗ്രഹമാണ് ഇത് OTT. അതിലെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പൊ പിന്നെ ഇന്ന് അത് ഏതിലാ? സോണിയില് റിലീസായപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നത് കാണാം. അപ്പൊ ഒരു മൂവി നൈറ്റും പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഡിന്നർ ഞങ്ങൾക്ക് പൊറോട്ടയും പച്ച ചിക്കൻ ഒന്നുമല്ല, ഇത് അഫ്ഗാനി മലായി ചിക്കനാണ്. അതോ പച്ച ചിക്കൻ ഒന്നല്ല, പച്ച കളറാണല്ലോ. പച്ച ചിക്കൻ മീൻസ് പച്ച കളർ പച്ച ചിക്കൻ ആവുക. അഫ്ഗാനി മലായി ചിക്കനാണ് ഇന്ന്. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ നമുക്ക് മൂവി നൈറ്റ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി മൂവി നൈറ്റിലേക്ക് വേണ്ടി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സും സോസേജും ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഫ്രോസൺ ഐറ്റം കിട്ടുമല്ലോ, അപ്പം ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമാണ് ഗൈസ്. അപ്പോൾ ഈ ചില്ല് ക്ലൈമറ്റിൽ മൂവി നൈറ്റും അതും ഈ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇന്ന് മൂവി നൈറ്റ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എബിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സാറ്റർഡേ നൈറ്റ് ഞങ്ങളുടെ ഒരു ഫാമിലി ടൈമാണ്. അതിൻ്റെ അർത്ഥം ബാക്കി ദിവസം ഫാമിലി ടൈം ഇല്ലെന്നല്ല. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ലേറ്റ് നൈറ്റാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ എബിക്കുട്ടന് സ്കൂളിലും പോകണ്ട, ആണെങ്കിൽ ലേറ്റായിട്ട് എണീറ്റാലും മതിയല്ലോ. പിന്നെ ഞാൻ എന്തായാലും നേരത്തെ എണീറ്റേ പറ്റുള്ളൂ, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. സൺഡേ രാവിലെ ആണെങ്കിൽ ഇപ്പോൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കടയിലേക്ക് പോകുന്നത്. നാളെ ആണെങ്കിൽ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് നാളെ ഫുഡൊക്കെ പുറത്തുനിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ മൂവി നൈറ്റും പ്ലാൻ ചെയ്തു. അപ്പോൾ ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ മൂവി നൈറ്റ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു. മഴയായതുകൊണ്ട് കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. കറണ്ട് പിന്നെ പോയാൽ മൂവി നൈറ്റ് ഫ്ലോപ്പാണ്. സ്നാക്സും കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുക എന്നാണ് അടുത്ത പ്ലാന്. എന്തായാലും റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കാം. എന്തായാലും കറണ്ട് പോകില്ല എന്ന് വിചാരിക്കാം. ഞാനാണെങ്കിൽ TV-യിൽ ഫിലിമെല്ലാം സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ നേരത്തെ ഹാളിൽ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു കിടന്നുറങ്ങാറ്. ഇപ്പോൾ ആണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോയി അവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പം മൂവി നൈറ്റിന് വേണ്ടി ഞങ്ങൾ പിന്നെയും ഹാളിൽ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് ഇനിയിപ്പോൾ മൂവി നൈറ്റ് കാണാൻ പോകുന്നത്. കുറേ ദിവസം കൊണ്ട് എബിക്കുട്ടൻ പറയുന്നുണ്ട് നമുക്ക് ഹാളിൽ ബെഡ് സെറ്റ് ചെയ്തിട്ട് കിടക്കാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഹാളിൽ കിടക്കുമ്പോൾ TV-യുടെ ലൈറ്റ് ഉണ്ടാകും. അതാവുമ്പോൾ അവന് കുറച്ച് നേരം കൂടി കളിക്കാം. പക്ഷെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നും അവന് കാണത്തില്ല. വേറെ ഓപ്ഷൻ ഇല്ല, അവൻ കിടന്നുറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എബിക്കുട്ടന് ഹാളിൽ കിടക്കാൻ ഇഷ്ടം. ബെഡൊക്കെ വിരിച്ചു. ഞങ്ങൾ മൂവി നൈറ്റിനെല്ലാം സെറ്റായി. ഇച്ചായനാണെങ്കിൽ സ്നാക്സ് എടുത്തിട്ട് വന്നപ്പം ചൂട്ടനാണെങ്കിൽ പിക്നിക് സ്പോട്ടിൽ വന്നിരുന്ന പോലെ ഇരുന്ന് സ്നാക്സ് കഴിക്കാല്ല. അവന് മൂവി കാണുന്നതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. മൂവി തുടങ്ങിയില്ല, അപ്പോഴത്തേക്ക് കുട്ടികൾ രണ്ടുപേരും സ്നാക്സ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂവി കഴിഞ്ഞു. അമ്മ ഉറങ്ങി, മോൻ ഉറങ്ങി, ഇച്ചു ഉറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ്.